അങ്ങനെ സാറ് കണ്ട ഈ ജ്യോതിഷം, സാറ് പഠിച്ച ഈ ജ്യോതിഷം, ഈ സാറ് നേരത്തെ പറഞ്ഞു സർവ്വചരാചരങ്ങൾക്കും ഈ ജ്യോതിഷം കടന്നു പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈശ്വരൻ്റെ ഒരു പ്രതിഭാസമാണ്. തീർച്ചയായിട്ടും സാറ് പാരമ്പര്യമായിട്ടാണ് ഈ ഇതിലേക്ക് കടന്നു വന്നത്. അതെ. ഞാൻ പാരമ്പര്യമായിട്ട് സ്വർണ്ണപ്പണിക്കാരനാണ്. സ്വർണ്ണപ്പണി ചെയ്യുന്ന, ആഭരണങ്ങൾ ചെയ്യുന്ന വർഗത്തിൽപ്പെടുന്ന വിശ്വകർമ്മ തമിഴ് ബ്രാഹ്മിൺസ് ആണ്. അത് അങ്ങോട്ട് ചോദിക്കാനാണ് അത്. അപ്പോൾ അത്തരം ഒരു ഭാഗം മൊത്തത്തിൽ തന്നെ ഒരു ഈശ്വര വിശ്വാസവും ഈശ്വര ചൈതന്യവും ഉള്ളവരായിരുന്നു. പാരമ്പര്യമായിട്ട് അത് ഫോളോ ചെയ്തു വന്നിരുന്നവരായിരുന്നു. അതിന്റെ ഒരു പിന്തുടർച്ചയാണ് സാറിന് ഈ ജ്യോതിഷം എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ജ്യോതിഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ജ്യോതിഷം പഠിച്ചു. ഞാനത് ബേസിക്കലി എൻ്റെ സ്വർണ്ണ തൊഴിൽ പണിശാല അച്ഛനായിട്ട് കണ്ടിന്യൂ ചെയ്തു വന്നിരുന്നത് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. അത് ഇപ്പോൾ എനിക്ക് പുണ്യ ജെം സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് മനോരമ ജംഗ്ഷനിൽ, എറണാകുളത്ത് നമ്മുടെ പനമ്പള്ളി എന്ന് പറഞ്ഞ മനോരമ ജംഗ്ഷനിൽ പുണ്യ വേദിക് ആസ്ട്രോ ജെം സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതെ എൻ്റെ മോളുടെ പേരാണ് പുണ്യ. അപ്പോൾ അങ്ങനെ മോള് വരുന്നതിന് മുമ്പേ ഓഫീസ് ഞാൻ ഇട്ടിരുന്നു. അതിനു മുമ്പേ പുണ്യാന്ന് പേരിടുന്നു. എനിക്കറിയാമായിരുന്നു എനിക്ക് ആദ്യത്തെ പെൺകുട്ടിയാണെന്ന്. ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കി. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ വന്നാൽ ഞാൻ പുണ്യാന്ന് പേരിടും എന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതെ തീർച്ചയായിട്ടും. പൂർണ്ണമായി ഇപ്പോൾ ഈശ്വരനിൽ നമ്മൾ മനസ്സർപ്പിച്ച് പ്രെയർ ചെയ്താൽ അത് ഫലിക്കും. ആളുകൾ അമ്പലത്തിൽ പോയിട്ട് സ്വാർത്ഥമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കാത്തത്. നമ്മൾ യഥാർത്ഥമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമുക്ക് അർഹതമായിട്ടുള്ള സ്ഥാനം, നമുക്ക് ഇന്ന വിഷമമുണ്ട് എന്ന് എൻ്റെ അറിവ് അനുസരിച്ച്, എൻ്റെ അനുഭവം അനുസരിച്ച് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് വ്യക്തമായി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ഫലിക്കും എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും പാടുപെട്ട് ശബരിമലയിൽ ഇത്രയും കഠിന പിന്നെ നമ്മുടെ ഇതെല്ലാം വെച്ചിട്ട് ഫിട്ടെടുത്തിട്ട്, അതായത് നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റിവെച്ച് അനുഷ്ഠിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു നോക്ക് കാണാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ ഭഗവാന്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണടച്ച് കളയും. അത് കാണുന്നില്ല. അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. നമ്മൾ ഭഗവാനെ കാണും, അഹം ബ്രഹ്മാസ്മി എന്നാ പറയാ. ഈശ്വരൻ എന്നിൽ തന്നെ ഉണ്ട്, ഞാൻ തന്നെയാണ് ഈശ്വരൻ, എന്നിൽ തന്നെ, എൻ്റെ ഹൃദയത്തിലുണ്ട്. അല്ലല്ല, ഭഗവാനെ കണ്ട് അവിടെ ചെന്നിട്ട് അത് എന്നിലേക്ക് ഞാൻ ആവാഹിക്കുന്നത് പോലെയാണ്. അത് ഞാൻ എന്നിൽ കാണുകയാണ്. അവിടെ ചെന്ന് നമ്മൾ ആ മുകളിലൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? തത്വമസി, അത് നീ ആകുന്നു എന്നാണ്. നീ എന്തിനെ തേടുന്നു അത് നീ തന്നെ ആകുന്നു. അതിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ കണ്ണടച്ച് നമ്മളിലെ ഉള്ളിലുള്ളതിനെ കാണുകയാണ്. അതാണ് ആ ആചാരം. ആ ചൈതന്യം നമ്മൾ ഒരു നോക്ക് കാണുന്നു. ഒരു നോക്ക് കണ്ടിട്ട് ആ ബിംബത്തെ നമ്മുടെ ഉള്ളിൽ കാണുകയാണത്. അതുകൊണ്ടാണ് കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് കാണുന്നത്. അതിൻ്റെ പ്രതീകമായിട്ടാണത്. നമ്മുടെ ഉള്ളിലേക്ക് അതിനെ ആവാഹിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് കാണുന്നു. അഹം ബ്രഹ്മാസ്മി. പലപ്പോഴും അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ അടുത്ത് വരുമ്പോൾ തന്നെ അടുത്ത കാലത്ത് എത്തി അങ്ങ് പോകും. പിന്നെ ഇങ്ങോട്ട് നോക്കാനും പാടില്ല. അല്ല, അതാ ഇപ്പോഴത്തെ തിരക്ക്. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, തിരക്കും ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണല്ലോ ഇത്രയും തിരക്ക്. തീർച്ചയായിട്ടും ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. അതൊക്കെ വിശ്വാസത്തിന്റെ ഈശ്വരവിശ്വാസം ഇപ്പൊ കൂടി വരികയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ എന്നല്ല, എപ്പോഴും ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു. അല്ല, ഒരു കാലത്ത് 70-80 കാലങ്ങളിൽ കുറച്ച് കാലം ചില സീസണിൽ ചില ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരെന്നോ അല്ലെങ്കിൽ അതുപോലെ വ്യത്യസ്തമായ ചിന്ത ഉള്ളവർ, കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ പറയുന്നില്ല, വ്യത്യസ്ത അഭിപ്രായക്കാർ വന്ന് അവരുടെ ആധിപത്യം, അവർക്കൊരു യോഗം ഉണ്ടാവും. ആ യോഗം ഇപ്പം നമ്മൾ ശ്രീ യേശുദാസിനെ ഇപ്പോൾ നമ്മൾ ആചരിക്കുന്നു. നമ്മൾക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അദ്ദേഹത്തെ കാണാം. ഇനി അത് കഴിയുമ്പോൾ വേറൊരാളായിരിക്കും വരുന്നത്. അപ്പോൾ സംഗീതത്തെ ആ രീതിയിൽ ഇപ്പോൾ ദാസാർ വന്ന പിന്നെയാണ് വാതാപി ഗണപതി എന്നുള്ള ആ കീർത്തനം ഇത് ഇന്നതാണോ എന്ന് നമുക്ക് മനസ്സിലായത്. അത്ര സ്ഫുടമായിട്ട് അദ്ദേഹമാണ് പാടി. ബാക്കിയെല്ലാ രാഗങ്ങൾ എൻ്റെ അറിവാണ് കേട്ടോ, ശബ്ദങ്ങളും രാഗം കൊണ്ടുമൊക്കെയാണ് എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. അത് സംഗീതക്കാർ കുഴപ്പമാക്കരുത്. അപ്പോൾ എന്ന് പറയുന്നത് അതെ, അതെൻ്റെ വിശ്വാസമാണത്. നമ്മുടെ ദാസാർ വന്ന പിന്നെയാണ് ഈ വാതാപി ഗണപതി ഭജ എന്നുള്ള. അപ്പോൾ സാർ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ കാലത്ത് ഈശ്വരവിശ്വാസം കൂടുന്നത് പിന്നെ ഒരു കാലത്ത് കുറഞ്ഞിരിക്കും, പക്ഷെ എങ്കിലും കൂടി വരുന്നു. ഇക്കാലത്ത് ഒരു പണം ആധിപത്യവും അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസക്കുറവായി
ഇത് കൊണ്ടല്ലേ ദൈവവിശ്വാസം കൂടിയത്? അല്ല, എപ്പോഴും നമ്മൾ അത് ഒരു പരിധിവരെ ചില ആളുകൾക്ക് സെൽഫ് കോൺഫിഡൻസ് കുറയുമ്പോൾ ഈശ്വരനിൽ അഭയം പ്രാപിക്കുന്നവരുണ്ട്. അല്ലാതെ ആചാരമായിട്ട് പോകുന്നത് ഒരു പോർഷൻ ഈശ്വരന് മാറ്റി വെക്കുന്ന ഭക്തി ആളുകളുണ്ട്. എല്ലാം ഭക്തിയിൽ കൂടെ പോകുന്നവരുമുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ പല ആളുകളും പല രീതിയിലാണത്. എങ്ങനെയാണ് സാറിന് ഈശ്വര വിശ്വാസം? എൻ്റെ ജന്മനാൽ ഈശ്വര വിശ്വാസത്തിലുള്ള അത് പൂജ അതുപോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തു വരുന്ന ഒരു പാരമ്പര്യത്തിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് മറച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു ആവശ്യവും ഇതുവരെ വന്നിട്ടില്ല. എന്നിൽ വരുന്നവരോടെല്ലാം നമ്മൾ പറയുന്ന പൂജാ കാര്യങ്ങളെല്ലാം ഈശ്വരനിൽ അർപ്പിച്ചിട്ട്, ഇപ്പോൾ ഒരു രത്നം നമ്മൾ കൊടുത്താൽ തന്നെ, ഇപ്പോൾ ഒരിക്കൽ ജ്യോതിഷരത്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, 4 തരം മഹാബാധകൾ ഇതിലേതെങ്കിലും ഒരുവനെ ബാധിച്ചാൽ അവൻ രത്നമിട്ടാലോ ഏലസിട്ടാലോ ക്ഷേത്രത്തിൽ പോയിട്ടോ കാര്യമില്ല, പൂർണ്ണഫലം ലഭിക്കില്ല. ഇപ്പോൾ ആയുർവേദം തന്നെ ഒരു കഠിനമായ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നത് വയറിളക്കും. ആ പേഷ്യൻറ്റിന് വയറിളക്കി ദേഹം ഒന്ന് ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെയാണ് മരുന്ന് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ 4 തരം മഹാബാധ എന്ന് പറഞ്ഞാൽ ഒന്ന് പിതൃദോഷം. പിതൃക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികർ യഥാവിധി അവർ മരണപ്പെട്ടു പോയിട്ട് അവരുടെ ശേഷക്രിയാദി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കണം. അത് നമ്മുടെ സന്തതി പരമ്പരകളുടെ കർത്തവ്യമാണ്. അത് കൃത്യമായിട്ട് ചെയ്യാതെ വന്നാൽ പിതൃക്കളുടെ ഉപദ്രവം ഉണ്ടാവും. ആ പിതൃക്കളുടെ ദോഷം ഒരുവനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവന് സന്തതി ദുരന്തം, കല്യാണത്തിൻ്റെ പ്രശ്നം, ജോലി സംബന്ധിച്ച് അതുപോലുള്ള മറ്റ് ഭാഗ്യദോഷങ്ങളെല്ലാം ബാധിക്കും. ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാം? നമ്മൾ കേട്ടു വന്ന ഒരു വിശ്വാസമാണ്, അല്ലാതെ നമ്മൾ കണ്ടോ ഈ പിതൃക്കൾ എന്ന് പറയുന്നത്? എല്ലാ കാര്യങ്ങളെയും നമ്മുടെ പിതൃക്കളെ നമുക്ക് അറിഞ്ഞൂടെ? അറിയാം. ആ പിതൃക്കൾക്ക് ആത്മാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ? നമ്മൾക്കിപ്പോൾ ആത്മാവുണ്ടല്ലോ. നമ്മൾ ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ടു പോയി, നമ്മളുടെ കുട്ടികൾ നമ്മൾക്ക് വേണ്ടുന്ന ശേഷക്രിയാദി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ നമ്മളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തപിക്കില്ലേ? നമ്മളെങ്ങോട്ടാ പോകുന്നത്? മുഖ്യമന്ത്രിയെ തേടി പോകാൻ പറ്റുമോ? നമ്മുടെ മക്കളെ തേടി പോകും. മോക്ഷം കിട്ടിയാൽ അവർക്കത് പിതൃവായിട്ട് അനുഗ്രഹിക്കാൻ സാധിക്കും. ഈശ്വര തുല്യനാവും, സബ് ഗോഡാവും, ഉപദേവതയാവും പിതൃക്കൾ. അതുകൊണ്ടാണ് പിതൃപൂജ ചെയ്യുന്നത്. ആലുവ ശിവരാത്രിക്ക് തിരക്ക് എന്തെങ്കിലും കുറവുണ്ടോ? പുനർജന്മമുണ്ട്. ഈ ജന്മം അങ്ങക്ക് ഈ ജന്മത്തിൽ വിശ്വാസമുണ്ടോ? ഈ ജന്മത്തിൽ ഞാൻ അങ്ങയെ കാണുന്നുണ്ട്, അങ്ങ് എന്നെ കാണുന്നുണ്ട്. ഈ ജന്മം ഉള്ളതുകൊണ്ടല്ലേ? ഈ ജന്മം എങ്ങനെ വന്നു അങ്ങേക്ക്? എങ്കിൽ ഇതിനു മുൻപൊരു ജന്മം ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ ഇനി അടുത്തൊരു ജന്മം ഉണ്ട്.